ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഫെബ്രുവരി 10 ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് 10th ഫെബ്രുവരി എന്ന് പറയുന്നത് നാഷണൽ ഡിവോമിംഗ് ഡേ ആണ്. ഡിവോമിംഗ് ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിരമരുന്ന് ദിനം എന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം എന്താണ് ഈ ഒരു ദിവസം വിരമരുന്ന് നൽകുന്നതാണ് പറയുന്നത്. അപ്പോൾ 2015 ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. പിന്നെ അടുത്തത് പറയുന്നത് വേൾഡ് പൾസസ് ഡേ ആണ്, ഫെബ്രുവരി 10 എന്ന് പറയുന്നത്. 2016 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിലാണ് വേൾഡ് പൾസസ് ഡേ ആയിട്ട് ഈ ഒരു ദിനം ഡിക്ലെയർ ചെയ്യുന്നത്. ഇന്ത്യ പ്രൊഡ്യൂസസ് ദ ലാർജസ്റ്റ് പൾസസ് ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ ഇത് പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 25%. പിന്നെ കാനഡ, പിന്നെ യൂറോപ്പാണ് വരുന്നത്. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ദ അറേബ്യൻ ലെപ്പേർഡ് ആണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10th ഫെബ്രുവരി തന്നെയാണ്. അറേബ്യൻ ലെപ്പേർഡ്സ്, പാൻത്ര പാരഡസ് നിമർ എന്ന് പറയുന്നത് ക്രിറ്റിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളൊരു സ്പീഷ്യസ് ആണ്. അറേബ്യൻ ലെപ്പേർഡ്സ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 200-ൽ താഴെ വരുന്ന 200-ൽ താഴെയാണ് ഇവരുടെ കണക്ക് വരുന്നത്. സൗദി അറേബ്യ, ഒമാൻ, യമൻ, UAE-ലൊക്കെയാണ് ഈ ഒരു ലെപ്പേർഡിനെ കണ്ടുവരുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി മലേഷ്യ വിസിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ളൊരു പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അതുപോലെ തന്നെ ട്രേഡ് സെഗ്മെന്റ്സ്, ഡിഫൻസ്, സെക്യൂരിറ്റി, ഇതൊക്കെ കൂടുതൽ ബന്ധം ഈ രണ്ട് ഇന്ത്യയും മലേഷ്യയും തമ്മിൽ കൂടുതൽ ബന്ധം വളർത്തിയെടുക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലേഷ്യയിൽ ഒരു ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു ഓഡിയോ വിഷ്വൽ കോപ്രൊഡക്ഷൻ എഗ്രിമെൻറ്റ് ഇന്ത്യയും മലേഷ്യ ഗവൺമെൻറ് തമ്മിൽ എഗ്രിമെൻറ്റ് വെക്കുക, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ബിഗ് കാറ്റ്സ് എഗ്രിമെൻറ്റിൻ്റെ ഇത് കൊണ്ടുവരാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മലേഷ്യയിലുള്ള ഇന്ത്യൻസിന് വേണ്ടിയിട്ട് തിരുവള്ളൂർ സ്കോളർഷിപ്പ് ഇത് ആക്കുക, അതേപോലെ തന്നെ മലായ യൂണിവേഴ്സിറ്റിയിൽ തിരുവള്ളൂർ സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇതൊക്കെയാണ് അതിൽ പറയുന്നത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മലേഷ്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ ക്യാപിറ്റൽ എന്താണെന്നും ഏതൊക്കെ കൺട്രീസാണ് ബോർഡറാണ്, ഏതൊക്കെ കൺട്രീസാണ് അത് ഷെയർ ചെയ്യുന്നതെന്നും, തായ്ലാൻഡ്, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ബ്രൂണി അങ്ങനത്തെ രാജ്യങ്ങളായിട്ട് അത് ബോർഡർ പങ്കിടുന്നു. അതേപോലെ തന്നെ ലംബൂർ ആണ് അതിൻ്റെ ഒഫീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൽ പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് പ്രൈം മിനിസ്റ്റർ മോദി ഒരു സ്പെഷ്യൽ എക്കണോമിക് പാക്കേജ് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു $175 million സീഷെൽസുമായിട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യയും സീഷെൽസും കൂടിയിട്ട് ഒരു മുംബൈയിൽ വെച്ചിട്ട് ഒരു റൗണ്ട് ടേബിൾ ബിസിനസ് ഒരു കോൺവെർസേഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്ലൂ എക്കണോമിക്കും മാരിടൈം സ്ട്രെങ്തനിങ്ങിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇങ്ങനൊരു പാക്കേജ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഐസ്ലാൻഡ് വരുന്നത് ആർക്കിപ്പലാഗ് ഐസ്ലാൻഡ് കൺട്രി, ഒരു ആർക്കിപ്പലാഗ് ഐസ്ലാൻഡ് കൺട്രി ആണ്. ഇന്ത്യൻ ഓഷ്യൻ്റെ വെസ്റ്റേൺ പോർഷനിലാണ് ഇത് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിൽ മഡഗാസ്കറും ആഫ്രിക്ക മെയിൻലാൻഡ് ആണ് വരുന്നത്. അതർ മേജർ ഐസ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു സീഷെൽസുമായിട്ട് എടുത്തു വരുന്ന മേജർ ഐസ്ലാൻഡുകളാണ് മൗറീഷ്യസ്, കോമറോസ്, അത് സദേൺ പാർട്ടിലും ഈസ്റ്റിൽ മാൽദീവ്സ് ആണ് വരുന്നത്. പിന്നെ വിക്ടോറിയ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൽ പറയുന്നത്. പിന്നെ അടുത്തത് തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സനെ തകാച്ചി, അത് ജപ്പാനിൻ്റെ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുത്ത ഒരു ലേഡിയാണ്. അതൊരു ജപ്പാൻ എന്ന് പറയുന്നത് ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ അവരെല്ലാം ഇതാക്കിക്കൊണ്ടൊരു ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി വന്നിരിക്കുകയാണ് ജപ്പാനിൽ. പിന്നെ ജപ്പാൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ
ബോർഡേഴ്സ് ഏതൊക്കെയാണ്, പിന്നെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ തന്നെയാണ് എന്ത് പാർലമെന്ററി ഗവൺമെന്റ് ആണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിന്റെ അണ്ടറിലാണ് വരുന്നത്. ക്യാപിറ്റൽ ടോക്കിയോ ആണ്. പിന്നെ മേജർ റിവേഴ്സ് പറയുന്നത് ഷിനാനോ റിവർ, ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റിവർ ആണ്. ടോണി റിവർ, കിസോ റിവർ, അത് മൂന്നാണ് വരുന്നത്. പിന്നെ പറയുന്നത് ആരാണ് നാർഗേസ് മൊഹമ്മാദി ഇത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിനാണ് എന്താണ് ജയിലിൽ കെടുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2023 നൊബേൽ പീസ് പ്രൈസ് നേടിയിട്ടുള്ളൊരു സ്ത്രീയാണ് ഇതെന്ന് പറയുന്നത്. എന്താണ് ഇറാനിലുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പോരാടിയിട്ടാണ് ആ ഒരു സ്ത്രീക്ക് 2023 ഒരു നൊബേൽ പീസ് പ്രൈസ് ലഭിക്കുന്നത്. പിന്നെ 7.5 years ആയി എന്നാണ് ജയിലിൽ കിടന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം 2021 എന്താണ് 21 ശേഷം 13 വർഷമായിട്ട് എന്താണ് അവിടെ കഴിയാന്നാണ് പറയുന്നത്. പക്ഷെ അവരതിനെ എതിർക്കുന്നുണ്ട്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിക്കോസും ഇന്ത്യൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗും കൂടിയിട്ട് എന്താണ് ന്യൂഡൽഹിയിലെ മനീഷ സെന്ററിൽ ഒരു ബയലാട്രൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രീസിന്റെ ലൊക്കേഷൻ വരുന്നത് ബാൽക്കൻ പെനിൻസുലാന്റെ സദേൺ എഡ്ജിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ബോർഡറിംഗ് കൺട്രീസ് പറയുകയാണെങ്കിൽ 4 നേഷൻസ് ആണ്. നോർത്തേൺ മെക്കഡോണിയ, ബുൾഗേറിയ നോർത്ത് പോർഷനിലാണ്, അൽബേനിയ ഇൻ ദ നോർത്ത് വെസ്റ്റ് ആൻഡ് തുർക്കി ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ പോർഷനിലാണ് വരുന്നത്. ക്യാപിറ്റൽ വരുന്നത് ആഥൻസ് ആണ്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് സയന്റിസ്റ്റുകൾ ഒരു ആശങ്ക ഇതാക്കിയിരിക്കുകയാണ്. ഹാവ് റേസ്ഡ് കൺസേൺ ഓവർ ദ ത്വയ്റ്റ്സ് ഗ്ലേഷ്യറിനെ മുൻനിർത്തിക്കൊണ്ട് ആശങ്ക കൊണ്ടുവന്നിരിക്കുകയാണ് സയന്റിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ത്വയ്റ്റ്സ് ഗ്ലേഷ്യർ ലൊക്കേറ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് വെസ്റ്റ് അന്റാർട്ടിക്കൻ റീജിയണിലാണ്. ഒരു ലാർജ് ഗ്ലേഷ്യർ ആണ്. ഇതൊരു വലിയൊരു രാജ്യത്തിന്റെ വലിപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനെ സയന്റിസ്റ്റുകൾ ഡൂംസ്ഡേ ഗ്ലാഷ്യർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഫാസ്റ്റ് ഫ്ലോയിങ് ഗ്ലേഷ്യർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോറിഡ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഒക്കെ സൈസ് വരുന്നതാണ് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഗ്ലേഷ്യേഴ്സ് ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീ ലെവൽ എന്താണ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്താണ് അത് ദോഷകരമായിട്ട് മാറാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഇവര് ഈ ഒരു ആശങ്ക പറയാനായിട്ട് കാരണം. പിന്നെ അടുത്തത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്കി ലാ പാസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയും ചൈനയും ബോർഡറിലുള്ളൊരു ഇതാണ് ഇത് പറയുന്നത്. അപ്പോൾ കൈലാഷ് മാനസരോവർ യാത്ര കൂടുതൽ ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷിപ്കി ലാ പാസും കൂടി കൊണ്ടുവന്നാലോ എന്നാണ് ചോദിക്കുന്നത്, ഒരു പാത പോലെ. അപ്പോൾ ഹിമാചൽ പ്രദേശിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്താണ് ഗവൺമെന്റ് എന്താണ് പാർലമെന്റിലോട്ട് ഇതിന്റെ ഇത് പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു ഹൈ മൗണ്ടൈൻ പാസ് ആണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ളൊരു ഇത് ബോർഡർ ഇതാക്കുന്ന ഒരു ഹിമാചൽ പ്രദേശിലെ കിനാവൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു ട്രൈബൽ ഡിസ്ട്രിക്റ്റ് ആണ്. ആ ഒരു ബോർഡറിൽ വരുന്ന ഒരു മൗണ്ടൈൻ പാസ് ആണ് എന്ത് ഷിപ്കി ലാ പാസ് എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇപ്പോൾ ഒരു വാഹന ഗതാഗതം പോകുന്ന ഒരു പാസും കൂടിയാണ്, ഒരു മോട്ടറബിൾ പാസും ഹയസ്റ്റ് മോട്ടറബിൾ പാസും കൂടിയാണ് ഈ ഒരു പാസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് വീരങ്കന ദുർഗാവതി ടൈഗർ റിസർവിനെ കുറിച്ചാണ് പറയുന്നത്. റീസെന്റ് എന്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ത് അപ്രൂവ് ചെയ്തെന്നാണ് പറയുന്നത്. ഒരു 272 ഹെക്ടേഴ്സ് ഓഫ് ഫോറസ്റ്റ് എന്നാണ് ഒരു ഒരു വാട്ടർ ഇറിഗേഷൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നെന്നാണ് പറയുന്നത്. ഈ ഒരു വീരങ്കന ദുർഗാവതി ടൈഗർ റിസർവിൽ നിന്ന്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. പിന്നെ ഇവിടെ എന്താണ് നൗരന്ദിഹി വൈൽഡ് ലൈഫ് സാങ്ച്വറിയും കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ മധ്യപ്രദേശിലെ 7ാമത് ടൈഗർ റിസർവും കൂടിയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നെയിംഡ് ഫോർ റാണി ദുർഗാവതി, ദ ക്യൂൺ ഓഫ് ദ ഗോന്ദി പീപ്പിൾ. പിന്നെ പറയുന്നത് ഇതിൽ വരുന്നത് നർമ്മദ യമുന നദികളാണ്. പിന്നെ സിംഗോർ ഫോർട്ടും എന്താണ് ഈ ഒരു റിസർവിൽ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് അതിന്റെ ഫൗണ്ടേഷൻ ഡേന്റെ ഭാഗമായിട്ട് ഒരു മൂന്ന് പ്രോഗ്രാം, ഒരു ഇൻഫർമേഷൻ സർവീസ് പോലത്തെ ഒരു സംഭവം എന്താണ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജെല്ലി AIP
സമുദ്ര 2.0 മൊബൈൽ ആപ്പ് ആൻഡ് സിവാസ് എന്ന് പറയുന്ന ഒരു 3 സംഭവമാണ് അവരുടെ ഫൗണ്ടേഷൻ ഡേന്റെ സെലിബ്രേഷൻ ആ ഒരു ഡേന്റെ ഭാഗമായിട്ട് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജെല്ലി AIP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെല്ലി ഫിഷ് എഗ്രിഗേഷൻ ഇൻഫോർമേഷൻ ഇന്ററാക്റ്റീവ് പോർട്ടൽ. ഇതൊരു നാഷണൽ വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. ഇപ്പോൾ ജെല്ലി ഫിഷ് എഗ്രിഗേഷൻ, സ്വാമിങ്, അതുപോലെ തന്നെ അതിൻ്റെ ഹോട്ട്സ്പോട്ട് അനാലിസിസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, മാപ്പിംഗ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ സമുദ്ര 2.0 മൊബൈൽ ആപ്പ് എന്ന് പറയുന്ന ഒരു അപ്ഗ്രേഡഡ് മൾട്ടി ലിംഗൽ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഫിഷർമാൻ, മാരിടൈം യൂസേഴ്സിനൊക്കെ വേണ്ടിയിട്ട് വാർണിംഗ് കൊടുക്കുക, അതിനെ പെട്ടെന്ന് തന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ആപ്പാണിത്. ഏർലി വാർണിംഗ് ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അടുത്ത് സിവാസ് ആണ്, സ്വെൽ സെർക്ക് ഇന്യൂഡേഷൻ വൾണറബിലിറ്റി അഡ്വേഴ്സറി സിസ്റ്റം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ഫ്ലഡ് പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അലേർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്പ് ഉള്ളത്. ഇപ്പോൾ കേരളന്റെ കോസ്റ്റൽ, ഇപ്പോൾ കടൽ തീരപ്രദേശങ്ങളിൽ ഈ ഒരു ഇത് കറന്റ്ലി ഇത് എന്താണ് സക്സസ് ആയിട്ട് പോകുന്ന ഒരു ഇതാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ റീസെന്റ് ഒരു എന്താ ശാരദ റിവറിന് എന്താണ് അവിടെ ഒരു എന്താ ഇടനാഴി ഇതാക്കാൻ വേണ്ടിയിട്ട് തറക്കല്ലിട്ടു എന്നാണ് പറയുന്നത്. ഇത് വരുന്നത് ചാമ്പ ഡിസ്ട്രിക്റ്റിലെ കാൺപൂർ പ്ലേസിലാണ് ഈ ഒരു ഇത് വരുന്നത്. ഇത് ഇപ്പോൾ നോർത്തേൺ ഇന്ത്യനെയും വെസ്റ്റേൺ നേപ്പാളിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു റിവറാണ്. അപ്പൊ അതിനെ കൂടി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടനാഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തറക്കല്ലിട്ടു എന്നാണ് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് കോപ്പർനിക്കസ് സെന്റിനൽ-2 മിഷനെ കുറിച്ചാണ് പറയുന്നത്. ദ യൂറോപ്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ESA കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് കോപ്പർനിക്കസ് സെന്റിനൽ-2 മിഷൻ എന്ന് പറയുന്നത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് മിഷൻ ആണ്. ഇപ്പോൾ എർത്തിന്റെ മുകൾ ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. മെയിൻ എയിമും അത് തന്നെയാണ്. എന്താണ് സർഫസ് കണ്ടീഷനെ മോണിറ്റർ ചെയ്യുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി. അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് ഇറ്റലിയിൽ, നോർത്തേൺ ഇറ്റലിയിൽ നടന്ന 2026 വിന്റർ ഒളിമ്പിക് വെന്യൂവിന്റെ എന്താണ് ഒരു ഹൈ റെസൊല്യൂഷൻ ഇമേജ് റിലീസ് ചെയ്തെന്ന് എന്താണ് ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട്. പിന്നെ വരുന്ന അടുത്ത ന്യൂസ് ആണ് പഞ്ചാബ് പോലീസ് ലോഞ്ച് സെക്കൻഡ് ഫേസ് ഓഫ് ഓപ്പറേഷൻ പർഹാർ. പഞ്ചാബ് പോലീസ് എന്താണ് ഒരു സെക്കൻഡ് ഫേസ് ഓഫ് 72 hour ലോങ് ഓപ്പറേഷൻ പർഹാർ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഇതാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനു മുമ്പ് അതിന്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിരുന്നു. ഇത് രണ്ടാമത്തെ ഫേസ് ആണ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ എന്താണ് ഇപ്പോ ഗാങ്സ്റ്റേഴ്സ് പോലത്തെ ഇപ്പൊ വാണ്ടഡ് ക്രിമിനൽസിനൊക്കെ കണ്ടുപിടിക്കാം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഫേസിൽ എന്താണ് ഇവര് ഒരു 72 മണിക്കൂറിനുള്ളിൽ 3000-ൽ പരം ഇൻഡിവിജ്വൽസിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഫേസ് സക്സസ് ആയതിന്റെ ഭാഗമായിട്ടാണ് ഇവര് സെക്കൻഡ് ഫേസ് എന്താണ് ഓപ്പറേഷൻ പർഹാർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് തേജസ്വിൻ ശങ്കർ എന്താണ് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൽ നടന്ന് ആ ഒരു ഇതില് അത്ലറ്റിക്സില് ഇന്ത്യക്ക് വേണ്ടിയിട്ട് തേജസ്വിൻ ശങ്കർ ആണ് എന്ത് ഗോൾഡ് മെഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. ചൈനയിലാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഫസ്റ്റ് പൊസിഷൻ വരുന്നത് ചൈനയാണ്, സെക്കൻഡ് പൊസിഷൻ വരുന്നത് ഖത്തർ ആണ് വരുന്നത്. ഇന്ത്യ ഓവറോൾ 6 മെഡൽസ് ആണ് കൊണ്ടുവന്നത്. 5 മെഡൽസ് ആണ് കൊണ്ടുവന്നത്. 1 ഗോൾഡും 2 സിൽവറും 2 ബ്രോൺസും ആണ് കൊണ്ടുവന്നത്. പിന്നെ അടുത്തത് വരുന്നത് എന്താണ് മൻഷായ സവാക്കേവ് എന്താണ് മുംബൈ ഓപ്പൺ 2026 ടെന്നീസിന്റെ വിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് പറയുന്നത്. ഇന്ന് നമുക്ക് GK ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ.